ഗൈസ് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര സിമ്പിളാണ്. അത്ര സിമ്പിൾ ഒന്നുമല്ല ഗൈസ്, കുറച്ചൊക്കെ പണിയുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാലം ഒരുപാടായി. പക്ഷേ ഇപ്പോൾ ഒരാഴ്ച മുന്നേക്കാണ് ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. അതൊക്കെ ഇങ്ങനെ തോന്നുമെങ്കിലും പക്ഷേ വീഡിയോസ് ഇടണം അങ്ങനെ വലിയ കാര്യമൊന്നും ആക്കില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇടണം, കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നൊക്കെ ഒരു തൊര ഇങ്ങനെ കയറി. അന്നേരം പിന്നെ അങ്ങനെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയത്. പക്ഷേ എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ ഇടുക പറഞ്ഞാൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആദ്യം ഞാൻ ഫേസ് ഒന്നും വലുതായി കാണിക്കാതെ വലിയ സംസാരമൊന്നും ഇല്ലാതെ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമായിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്തു. പിന്നെ വീഡിയോ എടുത്തിട്ട് വോയിസ് കയറ്റി അങ്ങനെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ദാ ഇങ്ങനെ ഫേസ് വിത്ത് വോയിസ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാൻ ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയി ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫേസ് കാണിച്ച് സംസാരിക്കാനോ റീൽസ് ചെയ്യാനോ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ കോൺഫിഡൻ്റ് ഒക്കെ ആയി തുടങ്ങി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസ് ഇടണമെങ്കിൽ കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ല, അതാണ് പ്രശ്നം. ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു ഫുട്ബോൾ പ്ലെയേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഇടാനും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതിനുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്ക് ആയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സിമ്പിളായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് പതുക്കെ അങ്ങ് പൊക്കോളാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.